നോക്കിക്കോളൂ. അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. അല്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നേടിയെടുത്തോണേ. ക്രോമേറ്റ്സ് ചേഞ്ച് their color when kept in acidic solution. In acid solution. ഞാൻ ആൻസർ ഡിസ്കസ് ചെയ്ത് അങ്ങ് പോകും. ആരോടും ചോദിക്കുന്നൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തീർക്കണം. അതുകൊണ്ടാണ്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോമേറ്റ്സ് ഡൈക്രോമേറ്റ് ആയിട്ട് മാറും ആസിഡ് സൊല്യൂഷൻ വരുന്ന സമയത്ത്. അതായത് ക്രോമേറ്റ്സിന് യെല്ലോ കളറാണ്, അത് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഡൈക്രോമേറ്റ് ആകുമ്പോൾ അതിൻ്റെ കളർ ഓറഞ്ച് റെഡ് ആവും, അല്ലെങ്കിൽ ഓറഞ്ച് എന്ന് എഴുതിയാലും മതി. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ക്രോമേറ്റ് അയോൺ എന്ന് എഴുതിയത്. ക്രോമേറ്റ് അയോൺ ബ്രാക്കറ്റിൽ യെല്ലോ കളർ എന്ന് എഴുതാം. യെല്ലോ കളർ. in acidic solution, acid medium അല്ലെങ്കിൽ acid medium ഇട്ടാൽ in acidic medium changes to dichromate ion ബ്രാക്കറ്റിൽ ഓറഞ്ച് കളർ ഇട്ടാൽ ഓറഞ്ച് കളർ. ഓക്കെ. ഇനി അടുത്തത് വൈ സിങ്ക് ഈസ് നോട്ട് റിഗാർഡഡ് ആസ് വൈ സിങ്ക് ഈസ് നോട്ട് റിഗാർഡഡ് ആസ് ട്രാൻസിഷൻ മെറ്റൽ. എന്തുകൊണ്ട് സിങ്കിനെ ട്രാൻസിഷൻ മെറ്റൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല? ട്രാൻസിഷൻ മെറ്റൽ ആകണമെങ്കിൽ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലോ അൺപെയ്ഡ് ഇലക്ട്രോൺ വേണം. സിങ്കിനെ സംബന്ധിച്ച് സിങ്ക് Zn30 ആയതുകൊണ്ട് ലാസ്റ്റിലത്തെ ഷെല്ലിൽ എന്താണ്, ലാസ്റ്റിലെ ഷെല്ലിൽ ഇപ്പം ഇതിൻ്റെ കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് 1s2 2s2 2p6 3s2 3s2 3p6 4s2 3d10 ആണ് വരുന്നത്. അപ്പോൾ ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇതാണ്. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും Zn2+ വന്നാലും 4s നിന്ന് 2 പോയി കഴിഞ്ഞാൽ അപ്പോഴും 3d ഫീൽഡാണ്. മനസ്സിലായോ? അപ്പോൾ കംപ്ലീറ്റ്ലി ഫീൽഡ് ആയതുകൊണ്ട് ഇവർക്ക് എന്താണ്, ഇവരെ ട്രാൻസിഷൻ മെറ്റലായിട്ട് കണക്കാക്കത്തില്ല. അപ്പം സിങ്ക് ആറ്റം ഹാസ് കംപ്ലീറ്റ്ലി ഫിൽഡ് d orbital in its ground state as well as oxidized state. അതാണ് അതിന്റെ കാരണം കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് the formula of an oxanion of manganese in which oxanion of manganese in which it shows the oxidation state equal to its group number. അതായത് നമുക്ക് മാംഗനീസിന്റെ ഒരു ഓക്സാനിയോൺ ആണോ, മാംഗനീസിന്റെ ഓക്സാനിയോൺ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് അയോൺ എന്നാന്നുള്ള കാര്യം ഓർക്കുക, ഓക്സിജൻ ഉള്ള ഒരു അയോൺ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി അത് മാത്രമല്ല, അതിന്റെ ഒരു പെർട്ടിക്കുലർ സ്പീഷ്യസിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാംഗനീസിന്റെ ഗ്രൂപ്പ് നമ്പറിന് തുല്യമായിരിക്കണം. അപ്പോൾ ആദ്യം മാംഗനീസിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ
മാംഗനീസ് ഒരു ഡി ബ്ലോക്ക് എലമെന്റ് നമുക്കറിയാം, Mn 25 അങ്ങനെയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത് എന്താണ് 1s2 2s2 2p6 3s2 3p6 4s2 3d5 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ലാസ്റ്റ് രണ്ട് ഷെല്ലിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂട്ടിയാൽ മതി. അപ്പോൾ 5ഉം 2ഉം എത്രയാ? 5ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ 7. അപ്പം 7th ഗ്രൂപ്പിലായിരിക്കും മാംഗനീസ് എന്താണ് പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 7th ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ 7th ഗ്രൂപ്പിലാവുമ്പം 7 ആയിരിക്കണം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഏതാ? നമുക്ക് വേണ്ട ഓക്സാനിയം ഉണ്ട്. അപ്പം ഞാൻ ഇത് കാണാൻ പഠിച്ചു വെച്ചേക്കണം. ഇത് MnO4 മൈനസ് ആണ്. ഇത് ഓക്സിജൻ ഉണ്ട്, മാംഗനീസ് ഉണ്ട്, നെഗറ്റീവ് ആണ് ആനിയോൺ. അപ്പോൾ ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് ആണോ എന്ന് +7 ആണോ എന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ശരിയായി അല്ലേ? അപ്പോൾ ഇതിന്റെ എക്സ് കൊടുക്കുക. ഓക്സിജന്റെ -2 ആണ്. അപ്പോൾ x+4 × -2 അതിന്റെ ആ അയോണിന്റെ എന്താണ് വാല്യൂ -1 അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും x - 8 -1 എന്നും x -1 + 8 എന്നും x 8 - 1 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 7 എന്നും കൂടെ വരും. കണ്ടോ? അപ്പോൾ +7 ആയി. ഓക്സിഡേഷൻ സ്റ്റേറ്റും +7 ആയി. അതിന്റെ ഗ്രൂപ്പ് നമ്പറും 7 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും MnO4 മൈനസ് ആയിരിക്കും അത് നമുക്ക് വേണ്ട ഓക്സാനിയം. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് പറയണം, ഞാൻ ഹോൾഡ് ചെയ്യാം. കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാം. ഹൗ വുഡ് യു account for the following actinoid contraction is greater than lanthanoid contraction. Lanthanoid contraction. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കാണാതെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതായത് ലാന്തനോയിഡിന്റെയും ആക്ടിനോയിഡിന്റെയും ഔട്ടർ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അതൊന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കണം. അതൊന്ന് എഴുതി തരാൻ നോക്കിക്കോളൂ. അതായത് ലാന്തനോയിഡിന്റെ ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4f, അതിനകത്ത് 1 തൊട്ട് 14 വരെ ആവാം. അത് കഴിഞ്ഞിട്ട് വരുന്നത് 5d ആണ്. അതിനകത്ത് 0ഉം ആവാം 1ഉം ആവാം. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നത് 6s ആണ്. അതിനകത്ത് മസ്റ്റായിട്ട് 2 എണ്ണം ഉണ്ടാവണം. ഇനി ആക്ടിനോയിഡ് ആണെങ്കിൽ നോക്കിയോ, ഇത് തന്നെ 4, 5, 6 ആണെങ്കിൽ അത് 5, 6, 7 എന്നാക്കിയാൽ മതി. ഓക്കെ, നോക്കിക്കോളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് ഇത് 4f 5d 6x ആണെങ്കിൽ 6s ആണെങ്കിൽ അടുത്ത ആക്ടിനോയിഡിൻ്റെത് 5f ആണല്ലോ. 5fനകത്ത് 1 തൊട്ട് 14 വരെ ആവാം. 6dക്കകത്ത് 0 തൊട്ട് 1 വരെ ആവാം. 0 ആവാം അല്ലെ 1 ആവാം. അടുത്തത് 7s ആയിരിക്കും. 7s ബാക്കി ഇങ്ങോട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് ഓരോ ഓർബിറ്റൽസ് ഉണ്ട്. ഞാൻ ഔട്ടർ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും എന്താണ്? രണ്ടാൾക്കാരുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഓക്കെ ആണല്ലോ. അത് വേണമെങ്കിൽ എഴുതി വെച്ചോണം. ഇത് മസ്റ്റായിട്ട് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ലാന്തനോയിഡ് കോൺട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വേറെ കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കാണെങ്കിൽ 1 മാർക്ക് കിട്ടും, 3 മാർക്കാണെങ്കിൽ 1.5 മാർക്കൊക്കെ കിട്ടും. ഓക്കെ, അപ്പം ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ലാന്തനോയിഡ് ആക്ടിനോയിഡ്. ഇവിടെ ഇതിന്റെ അർത്ഥം എന്താ പറയുക? നമുക്ക് ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയും ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുവർ ഷീൽഡിങ് എഫക്റ്റും ഉണ്ട്. അതായത് എഫിന്റെയും ഡിയുടെയും ഒക്കെ പുവർ ഷീൽഡിങ് എഫക്റ്റും ഉണ്ട്.
ന്യൂക്ലിയർ ചാർജ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. അതായത് ഈ ഔട്ടർ മോസ്റ്റ് ഷെൽ, അതായത് 6s-നെയും അല്ലെങ്കിൽ ഈ 7s-നെയും ഒക്കെ ന്യൂക്ലിയസ് നല്ലതായിട്ട് വലിച്ചു പിടിക്കുന്ന ആ ഒരു അവസ്ഥ, അതിന്റെ ഭാഗമായിട്ട് സൈസ് കുറയുകയും തൊട്ട് മുകളിൽ സാധാരണ നമ്മൾ പീരിയോഡിക് ടേബിളിന്റെ മുകളിൽ താഴോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ആറ്റോമിക് സൈസ് കൂടി 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 കൂടിയാണ് വരേണ്ടത്. പക്ഷേ ഈ ലാന്തനോയിഡ് ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ ലാന്തനോയിഡ് ഭാഗം, അതായത് 51 തൊട്ട് 71 വരെ എന്താണ് അവിടെ ഒരു കോൺട്രാക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഡി ബ്ലോക്ക് എലമെന്റ്സിനെല്ലാം തൊട്ട് മുകളിലുള്ള ഗ്രൂപ്പുമായിട്ട് അതിന്റെ ആറ്റോമിക് സൈസിൽ റിസംബ്ലൻസ് ഉണ്ടാകുന്നുണ്ട്. അതാണ് ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷനും അല്ലെങ്കിൽ ആക്ടിനോയിഡ് കോൺട്രാക്ഷനും ഒക്കെ പറയുന്നത്. അതിൽ ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ആണ് സ്ട്രോങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടെ 4f-നെക്കാട്ടിലും പുവർ ഷീൽഡിങ് എഫക്റ്റ് ആണ് 5f ഓർബിറ്റലിന്. അതായത് 4f ഓർബിറ്റലിനെക്കാട്ടിലും കുറെ കൂടെ പുവർ ഷീൽഡിങ് എഫക്റ്റ് ആണ് 5f-ന്. അപ്പം ഷീൽഡിങ് എഫക്റ്റ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരാളെ അടിക്കാൻ പോവാണ്. ആ അടിക്കുമ്പോൾ ആ ആളുടെ കൂട്ടുകാരൻ അടുത്ത് നിൽപ്പുണ്ട്, ആ ആൾ നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഞാൻ അടിക്കാൻ പോകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അയാൾ തടയും. അപ്പം ഷീൽഡിങ് എഫക്റ്റ് കൂടുതലാണ്. ഞാൻ ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയർ അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. അപ്പം എന്താണ്, സൈസിന് വേരിയേഷൻ ഉണ്ടാവില്ല. ഓക്കെ. എന്നാൽ ഞാൻ ഒരാളെ അടിക്കാൻ പോവാണ്. ഞാൻ ഒരാളെ അടിക്കുന്ന സമയത്ത് അയാളുടെ കൂട്ടുകാരൻ ഒരു എന്താണ് വളരെ സ്കെൽറ്റായിട്ടുള്ള ആളും ഒരു പേടിച്ചിരിക്കുന്ന ആളുമാണെങ്കിൽ ഞാൻ ആ കൂട്ടുകാരനെ അടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ അവൻ്റെ കൂട്ടുകാരനെ അടിക്കുന്ന സമയത്ത് അവൻ ഓടും. അവന് ഷീൽഡിങ് എഫക്റ്റ് കുറവാണ്. അപ്പം ന്യൂക്ലിയർ അട്രാക്ഷൻ സ്ട്രോങ് ആയിരിക്കും, അവൻ അടികൊള്ളും. ഓക്കെ ആണല്ലോ. അപ്പം സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4f-നെക്കാട്ടിലും ഷീൽഡിങ് എഫക്റ്റ് കുറവാണ് 5f-ന്. അപ്പം ഇവിടെയുള്ള ന്യൂക്ലിയസ്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇവിടോട്ടൊക്കെ എന്തുണ്ട്, ഇവിടോട്ടൊക്കെ ഷെല്ലുണ്ട്, ഇവിടെയാണ് ന്യൂക്ലിയസ് എന്ന് വിചാരിച്ചോ. ഈ ന്യൂക്ലിയസ് ഈ 7s ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? നല്ലോണം, ഇവിടുത്തെ ഷീൽഡിങ് എഫക്റ്റ് കുറവായതുകൊണ്ട് ഇവനെ നല്ലോണം ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഇവന്റെ സൈസ് കുറയും. ലാന്തനോയിഡ് കോൺട്രാക്ഷനെക്കാട്ടിലും കൂടുതലായിരിക്കും അപ്പം ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ. ആക്ടിനോയിഡ് ഉണ്ട്, ലാന്തനോയിഡ് ഉണ്ട്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഉണ്ട്. 4f-നും ഷീൽഡിങ് എഫക്റ്റ് കുറവാണ്, അതുകൊണ്ടാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഉണ്ടാകുന്നത്. പക്ഷേ അതിനെക്കാട്ടിലും ഷീൽഡിങ് എഫക്റ്റ് കുറവാണ് 5f-ന്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് നല്ലതായിട്ട് ആ 7s ഇലക്ട്രോൺസിനെ നല്ലതായിട്ട് വലിച്ചടുത്തോട്ട് പിടിക്കുമ്പോൾ അതിന്റെ സൈസ് കുറയും കമ്പയർഡ് ടു ലാന്തനോയിഡ് എലമെന്റ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് അതിന്റെ കാരണം. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താ, ഇത് 3 മാർക്കിന്റെ ഒക്കെ ചോദ്യമാണെങ്കിൽ ഇതിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് വേണം എഴുതാൻ. ഇതിപ്പോൾ 2 മാർക്കിന്റെ ആയതുകൊണ്ട് ഇങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതിയാൽ മതി. നോക്കിക്കോളൂ. ഇനാക്ടിനോയിഡ് 5f orbital are filled. These 5f orbital have poor shielding effect. These 5f electrons, 5f orbital in actinoid have poor shielding effect than 4f orbital in lanthanoid. Thus effective nuclear charge experienced by electrons in valence shell is more in case of actinoid, hence greater contraction. ഇതാണ് എൻ്റെ ആൻസർ. കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർ മസ്റ്റായിട്ട് എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോവുക. ഇതൊക്കെ ഷുവർ ക്വസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന സാധനങ്ങളാണ്, അതാണ് ഈ തരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, why zirconium and hafnium have almost same radius. അത് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ് കേട്ടോ. കാരണം ഈ എന്താണ്
51 തൊട്ട് 71 വരെ ശരിക്കും എസ് ബ്ലോക്ക് കഴിഞ്ഞിട്ട്, ഇത് എസ് ബ്ലോക്കാണ്. എസ് ബ്ലോക്കിൻ്റെ 51 മുതൽ ശരിക്കും എസ് ബ്ലോക്കിൻ്റെ ഇവിടെ ഒരു 51 ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഡി ബ്ലോക്കിൻ്റെ ഇവിടെ 71 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ കുറച്ച് ആൾക്കാരുണ്ട്. ആ ആൾക്കാരെയാണ് ലാന്തനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇവരുടെ ഇടയിലുള്ള ആൾക്കാർ, അതായത് ഞാനിപ്പം അത് വേണമെങ്കിൽ ഇങ്ങോട്ടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അതായത് 51 തൊട്ട് 71 വരെയുള്ള ആൾക്കാർ ഇവിടെയല്ല ശരിക്കും കൊടുത്തിരിക്കുന്നത്. അവരെ എടുത്തിട്ട് പീരിയോഡിക് ടേബിളിൽ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ തുടങ്ങുന്ന സമയത്ത് 72 ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? 51 തൊട്ട് 71 വരെയുള്ള ആൾക്കാരുടെ സൈസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കൊണ്ട് കുറയുമ്പം പിന്നീട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുടെ എല്ലാം എന്ത് ചെയ്യും? സൈസ് അതിനനുസരിച്ച് ചുരുങ്ങും. അപ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യും? റിസംബ്ലൻസ് കാണിക്കും. ഇപ്പോൾ ഇവിടാണ് സിർക്കോണിയം, ഇവിടാണ് ഹഫ്നിയം. ഇവിടെ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഉള്ളതുകൊണ്ട് ഈ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് അല്ലെങ്കിൽ ആറ്റം ഒന്ന് ചുരുങ്ങുമ്പം തൊട്ട് മുകളിലുള്ള സിർക്കോണിയമായിട്ട് ഹഫ്നിയത്തിന്റെ സൈസിന് സിമിലാരിറ്റി ഉണ്ടാകും. അങ്ങനെ ഓരോന്നും ഈ സൈഡിലുള്ള ഓരോന്നും മുകളിലുള്ള ആൾക്കാരുമായിട്ട് അറ്റോമിക് സൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്? സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അറ്റോമിക് സൈസിൽ സിമിലാരിറ്റി കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും സിമിലാരിറ്റി കാണിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ സിമിലാരിറ്റി കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവരെയൊക്കെ വേർതിരിച്ചെടുക്കാനായിട്ട് നല്ല പണിയുള്ള ഒരു പരിപാടിയായിട്ട് മാറും. അപ്പം അതും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വൈ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എക്സ്ട്രാക്ട് ലാന്തനോയിഡ്സ് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ തരാം. അപ്പം ഇതിൻ്റെ കാരണം ഡ്യൂ ടു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഇതിൻ്റെ കാരണം ഡ്യൂ ടു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. Due to lanthanoid contraction, the elements of 4D and 5D series. അതായത് സിർക്കോണിയം 4D സീരീസ് ആണ്. അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് 4D സബ് ഷെല്ലാണ് ഫില്ല് ചെയ്യുന്നത്. ഹഫ്നിയം 5D സീരീസ് ആണ്. ഹഫ്നിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് 5D ഓർബിറ്റലിലാണ്. അതുകൊണ്ടാണ് 5D സീരീസ് എന്ന് വിളിക്കുന്നത്. 4D and 5D series have similar atomic radii. Similar atomic radii. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കോളൂ. ഇതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത നോക്കിക്കോളൂ. വൈ EU2+ is a strong reducing agent. ഞാൻ നിങ്ങളെ ഓൾറെഡി പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അവൻ നല്ല റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. അപ്പം ഓക്സിഡേഷൻ നടക്കുന്നത് നല്ല റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. ഓക്സിഡേഷൻ നടക്കുമെന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഓഫ് ഇലക്ട്രോണിനെ പെട്ടെന്ന് ലോസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഓക്സിഡേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ നടത്തുന്ന ഓക്സിഡേഷൻ നടക്കുന്ന ആള് നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. അപ്പോൾ റിഡക്ഷൻ നടത്തുന്ന ആളോ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ചെയ്യുന്ന ആള് നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റും ആയിരിക്കും. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് E2+ നല്ലൊരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് മാറി? അതിനർത്ഥം E2+നെ പെട്ടെന്ന് തന്നെ ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി എന്തുകൊണ്ട് വന്നു? അതാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ, ഞാൻ യൂറോപ്യത്തിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച് കാണിക്കാൻ നോക്കിക്കോളൂ. അതായത് ഇയുവിൻ്റെ കോൺഫിഗറേഷൻ, ആദ്യം വരയ്ക്കാം. കോൺഫിഗറേഷൻ ആദ്യം വരയ്ക്കാം. ഇയുവിൻ്റെ അറ്റോമിക് നമ്പർ 63 ആണ്. ഇയുവിൻ്റെ കോൺഫിഗറേഷൻ വരയ്ക്കുന്ന സമയത്ത് സിനോൺ വെച്ചിട്ട് വരയ്ക്കാമേ, നോബിൾ ഗ്യാസ് വെച്ചിട്ട് വരയ്ക്കാം. സിനോണ് നമുക്കറിയാമല്ലോ, ഇയു എന്ന് പറഞ്ഞാൽ ഒരു ലാന്തനോയിഡ് എലമെൻ്റ് ആണ്. ലാന്തനോയിഡിൻ്റെ 4F ആണ്. 4F തുടങ്ങി അത് കഴിഞ്ഞ് 5Dയിൽ 0ഉം 1ഉം ആവാം. പിന്നെ 6S ആണ്. 6Sൽ 2 എണ്ണം ഉണ്ട്. 5Dയിൽ ഇവിടെ 0 ഉള്ളൂ. 4Fൽ 7 എണ്ണം ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ യൂറോപ്യം എന്താ EU2+ എന്ന് പറയുമ്പോൾ എന്താവും? EU2+ എന്ന് പറയുമ്പോൾ XE 4F7 5D ഇല്ല. 5Dയിൽ 0 ആണ് ഓൾറെഡി, നമുക്കതൊന്ന് റെപ്രസെൻറ്റ് ചെയ്തതേ ഉള്ളൂ. 6Sലെ 2 ഇലക്ട്രോൺ ആണ് നഷ്ടപ്പെട്ടു പോകുന്നത്. കണ്ടോ, 6S0. അപ്പോൾ കണ്ടോ, ഇപ്പം 6Sലെ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവനെന്തായി? വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ. അതായത് Fൽ 14 വന്നാലും സ്റ്റേബിൾ ആണ്, Fൽ 7 വന്നാലും സ്റ്റേബിൾ ആണ്. ലൈക്ക് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ, ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആർ ഓൾസോ സ്റ്റേബിൾ.
അതുകൊണ്ട് തന്നെ അവൻ ആ 2 ഇലക്ട്രോണിനെ പെട്ടെന്ന് ലൂസ് ചെയ്തിട്ട് അവൻ EU2+ കോൺഫിഗറേഷൻ ആകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അതായത് ഓക്സിഡേഷൻ നടക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ലോസ് ഓഫ് ഇലക്ട്രോൺ നടക്കുന്നു. അതുകൊണ്ട് റെഡ്യൂസിങ് ഏജന്റ്, നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ്, സ്ട്രോങ്, പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്യും, ഒരു 2 ഇലക്ട്രോണെ ലൂസ്. കാരണം അവന് ഹാപ്പിനെസ് കിട്ടുന്നത് 2 ഇലക്ട്രോണെ വിഡ്രോ ചെയ്തിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആക്കുമ്പോഴാണ്. അപ്പം ഈ ഒരു കോൺഫിഗറേഷൻ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ കൺസെപ്റ്റ് നമുക്ക് എന്താണ് പഠിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കോൺഫിഗറേഷനൊക്കെ പഠിക്കേണ്ട സാധനങ്ങളുടെ ഞാനൊന്ന് പറഞ്ഞു തരാം, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് പഠിച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെ എഴുതാം: EU2+ ഹാസ് സ്ട്രോങ് tendency to lose electron to attain more stable ഓക്സിഡേഷൻ അല്ലെങ്കിൽ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം നമുക്ക്? ഇതിങ്ങനെ കഴിയും: മോസ്റ്റ് സ്റ്റേബിൾ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനോയിഡ്. Hence it is a strong reducing agent. നോക്കിക്കോളൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Calculate the spin only moment of cobalt CO2+. അതിൻ്റെ ഇസഡിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് 27 ആണ്. ഓക്കെ ആണല്ലോ. ബൈ റൈറ്റിംഗ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ of CO and CO2+. O ചെറുതാണ്, സ്മോൾ O ആണ്, എന്നാലേ കൊബാൾട്ട് ആകത്തുള്ളൂ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കൊബാൾട്ട് 27 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 27 ആണെങ്കിൽ 1s2 2s2 2p6 3s2 3p6 4s2 3d 30 അല്ലേ, 32 6 12 3d7. ഓക്കെ ആണല്ലോ. ഇനിയും അടുത്തത് CO2+ വരുന്ന സമയത്ത് എത്ര? എസ്സിന്ന് 2 കൂടെ കളഞ്ഞാൽ മതി. 1s2 2s2 2p6 3s2 3p6 3d7 ഉള്ളൂ. 4s-ന്ന് 2 പോയി, 4s0. ഓക്കെ ആണല്ലോ. ഇവരുടെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ അറിയോ? മ്യൂ സ്പിന്നോളി കൗണ്ടർ നമ്പർ ആണെങ്കിൽ മ്യൂ എസ് എന്നായിരിക്കും കുറച്ചുകൂടെ നല്ലതായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ്. അല്ലെങ്കിൽ മ്യൂ എന്ന് എഴുതിയാൽ മ്യൂ = സ്ക്വയർ റൂട്ട് ഓഫ് n n+2 ആണ്. ഓക്കെ ആണല്ലോ. n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ ഡി ഓർബിറ്റിൽ ഒന്ന് വരച്ചു നോക്കാം. ഡി ഓർബിറ്റിൽ വരയ്ക്കുമ്പോൾ 1 2 3 4 5 അതിൽ 7 എണ്ണം ഉണ്ട്. പക്ഷേ 1 2 3 4 5 6 7. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ആണ്. ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മ്യൂ എസ് = √2 × 2+2 എന്നാവും, അല്ല 2 × 2+2 എന്നാവും. അപ്പം നമുക്ക് എത്ര വരും? √3 × 3+2 അല്ലേ? 3 × 3+, n 3 അല്ലേ? 3 × 3+3 എന്നാവും. അപ്പോൾ 3 × 5 എന്ന് വരും. അപ്പോൾ നമുക്ക് √15 വരും. ഞാൻ കുറച്ച് വാല്യൂ കാണാതെ പഠിപ്പിച്ച് വെച്ചേക്കാം. നിങ്ങൾ നമുക്ക് CBSE ആയതുകൊണ്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റർ ഇല്ല. അപ്പം √3 ഇത്രയും വാല്യൂസ് ഇതിന് വരത്തുള്ളൂ കേട്ടോ. ഏത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന വാല്യൂസേ വരുള്ളൂ. √3 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് 1.73 എഴുതാം, അത് നിങ്ങൾക്കറിയാം. √8 വന്നു കഴിഞ്ഞാൽ 2.84 വരുമെന്ന് എഴുതുക. √15 വന്നു കഴിഞ്ഞാൽ
3.87 വരുമെന്ന് എഴുതുക. റൂട്ട് 24 വന്നു കഴിഞ്ഞാൽ 4.90 വരുമെന്ന് എഴുതുക. റൂട്ട് 35 വന്നു കഴിഞ്ഞാൽ 5.92. ഇത് കാണാപ്പാടം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ റൂട്ട് ഒന്നും കണ്ടുപിടിക്കാൻ പോകണ്ട. മനസ്സിലായോ? ഇത്രയും ചോദ്യമേ ചോദിക്കുള്ളൂ. അതായത് ഇവിടെ ഇത് N1 ആണെങ്കിലാണ് ഇങ്ങനെ വരുന്നത്, N2 ആണെങ്കിൽ റൂട്ട് 8 വരും, N3 ആണെങ്കിൽ റൂട്ട് 15 വരും, N4 ആണെങ്കിൽ റൂട്ട് 24 വരും, N5 ആണെങ്കിൽ റൂട്ട് 35 വരും. ഇത്രയും ക്വസ്റ്റ്യൻസേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. എങ്ങനെ വന്നു പറഞ്ഞാലും ഏതൊക്കെ ഡിഫറൻ്റ് ആയിട്ട് ചോദിച്ചാലും ഇത്ര ആൻസറേ വരുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ യൂണിറ്റ് കൂടെ എഴുതി വെച്ചു. അപ്പോൾ റൂട്ട് 15 അവിടെ കിട്ടിയത്. അപ്പോൾ 3.87 ആണ്. അതിൻ്റെ യൂണിറ്റ് BM ആണ്, ബോർ മാഗ്നെറ്റോൺ. അത് കൊടുത്തില്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല കേട്ടോ. ബോർ മാഗ്നെറ്റോൺ. അടുത്ത ചോദ്യം വൈ ട്രാൻസിഷൻ മെറ്റൽ ഫോം അലോയ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസിഷൻ മെറ്റൽസിനെല്ലാം ഏകദേശം സെയിം സൈസ് ആയതുകൊണ്ട് ഒരാളിനെ മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ടുവെക്കാൻ വലിയ പാടൊന്നുമില്ല എന്നർത്ഥം. അതാണ് സംഭവം. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ട്രാൻസിഷൻ metals have very similar atomic size. And can so one metal can easily replaced by other from its lattice. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പം തരാൻ പോകുന്നത്. why Mn2O3 is basic where Mn2O7 is acidic. ഇതിൻ്റെ റീസൺ എന്താണ്? അതാണ് ചോദ്യം. അപ്പം ഒന്നുമില്ല, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറവുള്ള ഓക്സൈഡ്സ് എല്ലാം ബേസിക്കും, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതലുള്ള ഓക്സൈഡ്സ് എല്ലാം അസിഡിക്കുവാന്നുള്ള കാര്യം ഒന്ന് ഒരു ബ്രെയിനെ ഒന്ന് ഹാക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഒന്ന് എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ വേറെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. പക്ഷേ ഇത് 2 മാർക്കിൻ്റെ ചോദ്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാര്യം ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ 3 മാർക്കിൻ്റെ ചോദിച്ചാലും ഇതിനപ്പുറത്തോട്ടൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക. അതായത് oxides in lower oxidation state. അങ്ങനെ oxides in lower oxidation state of metal is basic and in the higher oxidation state metal is acidic. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് Mn2O3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 Mn2O7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. അപ്പോൾ ലോവർ ഉള്ളത് ഇത് ബേസിക് സ്വഭാവം കാണിക്കുന്നു, ഹയർ ഉള്ളത് ഇത് അസിഡിക് സ്വഭാവം കാണിക്കുന്നു. അങ്ങനെ ഓർക്കണം. ആരാണ് അവൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറഞ്ഞാൽ മതി. വിളിക്കണ്ട, ഫോൺ എടുക്കാൻ പറ്റുന്നത്. എനിക്ക് ഞാനിപ്പോൾ ചോദിച്ചോളൂ. പകല് വിളിച്ചെന്നാ പറഞ്ഞേ.
നോക്കിയോ, നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. explain why Cu1 ion is not ഇത് very important question ആണ്, very important question. Explain why Cu1 ion is not known to exist in aqueous solution. അതായത് അക്വസ് സൊല്യൂഷനിൽ ഈ Cu1 അയോൺ എന്ന് പറയുമ്പോൾ Cu1 പ്ലസ് അയോൺ അർത്ഥം കേട്ടോ. കോപ്പറിന് 2 അയോൺ ഉണ്ട്, Cu1 പ്ലസും Cu2 പ്ലസും. അപ്പോൾ Cu1 സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ Cu1 വരുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറും, Cu2 പ്ലസ് ആയിട്ട് മാറും. അതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ, സൊല്യൂഷനിൽ വരുന്ന സമയത്ത് Cu1 ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യും. ഈ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയോ, നമ്മളൊരു റെഡോക്സ് റിയാക്ഷനെ പറ്റി പഠിച്ചിട്ടുണ്ട്. റെഡോക്സ് റിയാക്ഷനെ പറ്റി പഠിക്കുന്ന സമയത്ത് അതിനകത്ത് 2 കോമ്പൗണ്ട്സ് കാണുമായിരിക്കും. ആ കോമ്പൗണ്ട്സിൽ ഒരു കോമ്പൗണ്ടിന് റിഡക്ഷൻ സംഭവിക്കുകയും ഒരു കോമ്പൗണ്ടിന് ഓക്സിഡേഷൻ സംഭവിക്കുകയും ചെയ്യും. അതാണ് റെഡോക്സ് റിയാക്ഷൻ. എന്നാൽ ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ എലമെന്റിന്, അതായത് ആ എലമെന്റിന് തന്നെ ഓക്സിഡേഷന് സംഭവിക്കും, റിഡക്ഷന് സംഭവിക്കും. അതായത് ആ പർട്ടിക്കുലർ എലമെന്റ് ആ റിയാക്ഷനകത്ത് 3 ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ Cu1 പ്ലസിന് ആ റിയാക്ഷൻ നടക്കും, അതുകൊണ്ടാണത് സ്റ്റേബിൾ അല്ലാത്തത്. നേരെ മറിച്ച് Cu2 പ്ലസ് നല്ല സ്റ്റേബിൾ ആണ്. അതിൻ്റെ റീസണും പറഞ്ഞുതരാം, നോക്കിയോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇൻ അക്വസ് സൊല്യൂഷൻ Cu1 പ്ലസ് അയോൺ undergo proportionation reaction ആണ്. disproportionation nation reaction. to form more stable Cu2 plus ion. ഓക്കെ ആണല്ലോ. അതിൻ്റെ റിയാക്ഷൻ കൂടെ ഒന്ന് പഠിച്ചോണം. Cu1 പ്ലസ് 2 അത് ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്തിട്ട് Cu2 പ്ലസ് അയോണും ഒരു കോപ്പർ മെറ്റലും ഉണ്ടായിട്ട് മാറും. ഇപ്പോൾ ഇവിടെ നോക്കി, ഈ കോപ്പർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ കോപ്പർ ഇവിടെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ, ഇവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ, ഇവിടെ എലമെന്റൽ ഫോം ആയതുകൊണ്ട് ഇതിൻ്റെ അവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അങ്ങനെ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവൻ എന്താണ്, ഇവൻ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ശരിക്കും ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇത്ര എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് വീഴും. പക്ഷേ വേറൊരു ക്വസ്റ്റ്യനകത്ത് ചോദിക്കുന്നത് വൈ Cu2 പ്ലസ് അയോൺ ഈസ് മോർ സ്റ്റേബിൾ ഇൻ അക്വസ് സൊല്യൂഷൻ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ, ഇത് കാണാതെ പഠിക്കുക. ദ higher stability of Cu2 plus ion in solution is due to greater negative hydration enthalpy. Negative hydration enthalpy. This compensate second ionization enthalpy of Cu. This compensate second ionization enthalpy of Cu. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. Explain why transition
മെറ്റൽ എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺസ് ഫിൽ ആവുന്നത് ശരിക്കും പറഞ്ഞാൽ എസ്സിലും ഡിയിലും ഒക്കെ അല്ലേ. അപ്പോൾ എസും ഡിയിലും തമ്മിൽ വലിയ എനർജി ഡിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അയോണൈസ് ചെയ്യുന്ന സമയത്ത് എസ്സിലെ മാത്രം അയോൺസ് അല്ലായിരിക്കും പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് മാത്രമല്ലായിരിക്കും പുറത്ത് വരുന്നത്, ഡിയിലെ ആൾക്കാരോട് എന്ത് ചെയ്യും, പുറത്തേക്ക് ചാടും. അതുകൊണ്ടാണ് അതിന് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. അത് ഇന്ന് രാവിലെ വന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്താണ്. ഇവിടെ നമ്മൾ ഇന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്ന് തോന്നുന്നു. എന്നാൽ അതും കൂടെ വേണമെങ്കിൽ ഒന്ന് എഴുതിയിട്ട് വരും, അതും കൂടെ ഒന്ന് എഴുതിയിട്ട് വരും. ട്രാൻസിഷൻ മെറ്റൽസ് എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, there is small energy difference, there is only small എന്ന് ചേർക്കുക, അല്ലെങ്കിൽ കമ്പാരബിൾ എനർജി എന്നാക്കാം. there is only small energy difference between എന്താണ് ഔട്ടർ മോസ്റ്റ് എൻ എസ് എന്ന് എടുക്കാം. അതിൻ്റെ തൊട്ട് മുമ്പിൽ എന്താണ് n-1d ഇല്ലേ, n-d ആൻഡ് ns orbitals അല്ലെങ്കിൽ orbital. as a result electrons from both n-1d and ns orbital take part in chemical reaction. ഞാൻ രാവിലെ വന്നവർക്ക് വേറൊരു രീതിയിലാണ് ഇത് കൊടുത്തതെന്ന് തോന്നുന്ന ആൻസർ. എനിവേ ഏതെങ്കിലും എഴുതുക, ഒരു പ്രശ്നമില്ല. കെമിക്കൽ റിയാക്ഷൻ. വൈ അടുത്ത ക്വസ്റ്റ്യൻ വൈ. ഇനി എഴുതിക്കോ കേട്ടോ, പുതിയ ഇത് ഇവിടെ മുതൽ പുതിയതാണ് കേട്ടോ, ഇപ്പോൾ ജോയിൻ ചെയ്തവരെല്ലാം എഴുതിക്കോ. വൈ transition metal and their compound act as a catalyst. അത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഡി ഓർബിറ്റലിലൊക്കെ സ്പേസുകളുണ്ട്. അപ്പം എന്താണ് അല്ലെങ്കിൽ ഈ അപ്പോൾ സ്പേസുകളുള്ളതുകൊണ്ട് തന്നെ വേറൊരു റിയാക്ഷനകത്ത് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇലക്ട്രോൺസിനെ കുറച്ച് നേരത്തേക്ക് ഈ സ്പേസിൽ അക്കോമഡേറ്റ് ചെയ്യുകയും പിന്നെ റിയാക്ഷൻ ചെയ്യുന്നതിനനുസരിച്ച് ഈ ഇലക്ട്രോൺസ് വീണ്ടും തിരിച്ച് അവരോട് പോകാനുമൊക്കെ ഉള്ളത് ഒരു എന്താണ് ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ഈ മോട്ടൽസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. മോട്ടൽ നമ്മളിപ്പോൾ നോർത്തിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ ഉള്ളൊരു സംഭവമാണ് മോട്ടൽസ്. ഹോട്ടലല്ല, എന്താണ് മോട്ടൽ എന്നാണ് പറയുന്നത്. മോട്ടൽ MOTL ഹോട്ടൽ തന്നെ. ഇതെന്താണെന്ന് അറിയോ, ബൈക്ക് റൈഡേഴ്സിന് വേണ്ടിയൊക്കെ ഉള്ളതാണ്, ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേ ആണ്. അതെന്താണെന്ന് അറിയോ, നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ രാത്രിയിലൊക്കെ പെട്ടെന്ന് നമുക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയെങ്കിൽ ഈ മോട്ടലിലോട്ടാണ് പോകുന്നത്. അതൊരു ഹോട്ടലുമാണ്, ശരിക്കും മോട്ടോറിസ്റ്റ് ഹോട്ടൽ എന്നാണ് അതിനെ ശരിക്കും പറയുക. അപ്പോൾ അതെന്താ സംഭവിക്കുന്നത് അറിയോ, കുറച്ച് നേരത്തേക്ക് നമുക്ക് അവിടെ വേണമെങ്കിൽ ഒന്ന് ഹോൾട്ട് ചെയ്യാനോ ഒന്ന് കിടക്കാനും ഒക്കെ ഉള്ളൊരു അത് ശരിക്കും പറഞ്ഞാൽ അവിടെ കിടക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഒരുക്കുന്നില്ല. തൽക്കാലം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും ഫുഡ് കഴിക്കാനും നമ്മുടെ വണ്ടിക്കൊക്കെ എന്തെങ്കിലും കാറ്റടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വണ്ടിയിലെ ചെറിയ പണി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ് മോട്ടൽ. ഇവിടങ്ങളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ കേരളത്തിലുണ്ട് മോട്ടൽ ആരാമം എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഭവം മോട്ടൽ ആരാമം. അപ്പോൾ അതുള്ള നോർത്തിലോട്ടൊക്കെയാണ് കൂടുതലും അതുള്ളത്. അപ്പം അതേപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ട്രാൻസിറ്റ് റൂട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റേ ചെയ്യാനോ തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ട്രാൻസിഷൻ മെറ്റലിനകത്ത് സ്പേസ് ഉണ്ട്. അതായത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് അവിടെ സ്പേസ് ഉണ്ട്. ആ സ്പേസ് എന്ത് ചെയ്യും, മറ്റാൾക്കാർ വന്നിട്ട് കുറച്ച് നേരം അവർ ഇലക്ട്രോണിനെ കൊണ്ട് വെച്ചിട്ട് അതെന്ത് ചെയ്യും, പിന്നീട് റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ അത് എടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഉള്ളൊരു സെറ്റപ്പ് അത് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് സംഭവം. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ എഴുതേണ്ടത് ഡ്യൂ ടു their tendency to show variable oxidation state, transition metal forms
അൺസ്റ്റേബിൾ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട്. അതായത് കുറച്ച് നേരത്തേക്ക് മാത്രം അവിടെ കൊണ്ട് വെക്കും. ഇന്റർമീഡിയറ്റ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിച്ച സമയത്ത് ഒത്തിരി അടുത്ത് ഇന്റർമീഡിയറ്റ് അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അൺസ്റ്റേബിൾ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് and provide a new path for reaction. Provide a new path for reaction which also lowers activation energy. അത് നമ്മൾ ഇവിടെ പഠിച്ചാണ്, കെമിക്കൽ കൈനറ്റിക്സിനകത്ത് നമ്മൾ പഠിച്ചാണ്. ഓക്കെ ആണല്ലോ. ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്തൊരു സെറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ. explain why SC3 plus or CR3 plus exhibit magnetic behavior. അല്ലല്ല, അത് അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി ഒന്ന് മോഡിഫൈ ചെയ്യണേ. ഇങ്ങനെയല്ല, ഈ ക്വസ്റ്റ്യൻ ഒന്ന് മോഡിഫൈ ചെയ്യണം. give reason and select one atom or ion which will exhibit asked property. ഓക്കെ, നോക്കിക്കോളൂ. എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് SC3 പ്ലസ് ഓർ CR3 പ്ലസ്. അവർ തന്നിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സിബിറ്റ് മാഗ്നറ്റിക് ബിഹേവിയർ. അതായത് ഇതിനകത്ത് ആരാണ് മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നത്? അതിന്റെ റീസൺ, ഗീവ് റീസൺ ആൻഡ് സെലക്ട് വൺ ആറ്റം വിച്ച് വിൽ എക്സിബിറ്റ് ആസ്ക്ഡ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി കാണിക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ തെളിയിച്ചാൽ മതി. അപ്പം SC3 പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം സ്കാൻഡിയം 21 ആണ്. അപ്പോൾ SC3 പ്ലസിനകത്ത് 18 മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 ഉള്ളൂ. ബാക്കി എന്താ? 4sനകത്തും ഇല്ല, 3dക്കകത്തും എന്താണ് ഇല്ല. കാരണം എന്താ? 3 പോയി. 4sനകത്ത് 2 3dക്കകത്ത് 1 പോയിട്ടാണ് ഇതിങ്ങനെ ആയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല. നോ അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ. സോ എന്താ? സോ they are diamagnetic. They are diamagnetic. ഇനി അടുത്ത എന്താണ്? CR3 പ്ലസ് നോക്കാം. CR3 പ്ലസ് ക്രോമിയം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരിക്കുള്ള ക്രോമിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ക്രോമിയം 24 ആണ്, CR24 ആണ് അല്ലേ. അപ്പം CR3 പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും ക്രോമിയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ക്രോമിയത്തിനും കോപ്പറിനും ഒരു പെക്യൂലിയർ കോൺഫിഗറേഷൻ ആണ് അല്ലേ. അപ്പൊ ആദ്യം ആ ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ ഒന്ന് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ നോക്കിയോ, ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ
ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ ആദ്യം ക്രോമിയം CR24 അതെങ്ങനെ വരും 1s2 2s2 2p6 3s2 3p6 4s2 3d4 എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ തെറ്റാണ്. ഈ ഡിക്കകത്ത് ഹാഫ് ഫിൽഡ് ആക്കാൻ വേണ്ടി 4s നിന്ന് ഒരു ഇലക്ട്രോൺ എടുത്ത് ഇപ്പുറത്തോട്ട് ഇടും. അപ്പോൾ 4s1 3d5 എന്നാവും. ഇനിയും CR നമുക്ക് വേണ്ട എന്താ CR3+ ആണ് വരേണ്ടത്. അപ്പം 1s2 2s2 2p6 3s2 3p6 4s-നകത്തുനിന്ന് ഒരെണ്ണം പോയി 3d-ക്കകത്തുനിന്ന് രണ്ടെണ്ണം പോയി. അപ്പം 3d ബാക്കി 3d 3 ഉള്ളൂ ഇല്ലേ. അപ്പം ഇവിടെ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്? ഇവിടെ 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇത് പാരാമാഗ്നറ്റിക് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തോണം. ഇത്രയേ ഉള്ളൂ. ഇത്ര എഴുതിയാൽ മതി. അതേപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ തന്നെ ഗിവ് റീസൺ ആൻഡ് സെലക്ട് വൺ ആറ്റം ഓർ അയോൺ വിച്ച് വിൽ എക്സിബിറ്റ് ആസ്ക്ഡ് പ്രോപ്പർട്ടിയുടെ രണ്ടാമത്തേത് CR ഓർ CU എന്ന് ചോദിച്ചിട്ട് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അപ്പം ഇവിടെയും നമുക്ക് എഴുതാം. അതായത് CR ക്രോമിയത്തിൻ്റെ നമ്മളിപ്പോൾ എഴുതിയതേ ഉള്ളൂ. എന്താണ് 1s2 2s2 2p6 3s2 3p6 4s1 3d5 ഇല്ലേ. ഇനി കോപ്പറിൻ്റെ എഴുതുന്ന സമയത്ത് 1s2 2s2 2p6 3s2 3p6 4s2 3d10 3d9 എന്നായിരിക്കും നിങ്ങൾ എഴുതാൻ പോകുന്നത്. കാരണം കോപ്പറിൻ്റെ 29 ഇവൻ്റെ 24 പക്ഷെ അങ്ങനെയല്ല. ഇവൻ ഫുള്ളി ഫിൽഡ് ആക്കാൻ വേണ്ടി ക്രോമിയം ചെയ്ത പോലെ തന്നെ ഒരു ഇലക്ട്രോൺ എടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ടിട്ട് ഇവിടെ 3d10 4s1 ആക്കും. ഓക്കെ, ഇതിനകത്ത് ഇപ്പം നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻ വെച്ചിട്ട് ഓക്കെ ഇവിടെ അതായത് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുന്നത് എങ്ങനെയാണ്? ഒരു കോപ്പർ തൊട്ടടുത്തുള്ള കോപ്പർ ആറ്റവുമായിട്ട് സ്ട്രോങ് ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് അതിനെ പൊട്ടിക്കാൻ പാട്. പക്ഷെ ഇവിടെ ഒരു കോപ്പറിന് തൊട്ടടുത്തുള്ള കോപ്പറുമായിട്ട് ഈ S ഓർബിറ്റലിലുള്ള ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ത്രൂ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ പറ്റത്തുള്ളൂ ഇല്ലേ. നേരെ മറിച്ച് ഈ ക്രോമിയത്തിന് നോക്കി, ഇവിടെ 5 അൺപെയ്ഡ് ഇലക്ട്രോണും ഇവിടെ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ, അപ്പം മൊത്തം 6 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള ക്രോമിയവുമായിട്ട് ആ അൺപെയ്ഡ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആ ഒരു അവിടെ സ്പേസ് വഴി അപ്പുറത്തെ ആൾക്കാർക്ക് ഇവരുമായിട്ട് എന്ത് ചെയ്യാം? ഒരു അട്രാക്ഷനിൽ ഏർപ്പെടാനായിട്ട് പറ്റും. അപ്പം ഇവനെക്കാട്ടിലും കുറച്ചുകൂടെ സ്ട്രോങ് ബോണ്ടിങ് സാധ്യമാകുന്നത് ക്രോമിയത്തിലാണ്. കാരണം അവിടെ കൂടുതൽ സ്പേസുകളുണ്ട്, അൺപെയ്ഡ് ഇലക്ട്രോണുകളുണ്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും തീരുമാനിക്കുന്നത് ആ മോളിക്യൂൾസിന്റെ അകത്തുള്ള അല്ലെങ്കിൽ ആ ആറ്റത്തിനകത്തുള്ള ആ ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. മനസ്സിലായോ? അല്ലാതെ ഇപ്പം H2 മെൽറ്റിംഗ് പോയിന്റ് നോക്കുമ്പോൾ H2 മെൽറ്റിംഗ് പോയിന്റ് H2O ഇങ്ങനെയാണ് വരുന്നത്. ഈ ബോണ്ട് പൊട്ടിക്കുമ്പോഴല്ല അത് മെൽറ്റ് ആവുന്നതും ബോയിൽ ആവുന്നതും. ഈ H2Oവും തൊട്ടടുത്തുള്ള OH ഇവർ തമ്മിൽ കണ്ടോ ഇങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ്. ഇവനെ പൊട്ടിക്കുമ്പോഴാണ് ഇവൻ എന്തായിട്ട് മാറുന്നത്? മെൽറ്റ് ആവുന്നതും ബോയിൽ ആവുന്നതും ഒക്കെ. കാരണം മെൽറ്റ് ആയിക്കഴിഞ്ഞാലും ബോയിൽ ആയിക്കഴിഞ്ഞാലും ആ മോളിക്കൂളായിട്ട് തന്നെ ഇരിക്കണമല്ലോ, മാറാൻ പാടില്ല. ലിക്വിഡിലുള്ളത് ഗേഷ്യസിലാവും, അല്ലെങ്കിൽ സോളിലുള്ളത് ലിക്വിഡ് ആവും, അത്രേ ഉള്ളൂ. പക്ഷെ മോളിക്കൂളിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ഇവിടെയും. അപ്പം ഇവിടെ കുറച്ചുകൂടെ കൂടുതൽ ബോണ്ടിങ് ഏർപ്പെടാൻ പറ്റുന്നത് തൊട്ടടുത്തുള്ള സിമിലർ ആറ്റവുമായിട്ട് ക്രോമിയത്തിനാണ്. അത് ക്രോമിയത്തിനായിരിക്കും ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. therefore CR forms എന്താണ്? strong interatomic bond. So it will result in എന്താണ്? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ which metal in the first
ട്രാൻസിഷൻ സീരീസ് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് എന്ന് പറയുമ്പോൾ 3D സീരീസ് ആണ്. 3D സീരീസ് എക്സിബിറ്റ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മോസ്റ്റ് ഫ്രീക്വൻലി ആൻഡ് വൈ. അത് ഓർത്തോണം. 3D സീരീസിൽ കോപ്പർ ആണ് കേട്ടോ, Cu. അതായത് Cu എക്സിബിറ്റ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് it loses 1 electron to give 3D10 stable configuration. നമുക്കറിയാലോ ഇപ്പോൾ കോപ്പറിൽ 3D10 4s1 ആണ്. അപ്പം ഏറ്റവും പെട്ടെന്ന് ഈ 1 ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് ഇവൻ്റെ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആകാനേ Cu ശ്രമിക്കത്തുള്ളൂ. അപ്പം എത്രയും പെട്ടെന്ന് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതിനകത്ത് Cu ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. ഇനിയും അതേപോലെ തന്നെ വിച്ച് ഓഫ് ദ കാറ്റയോൺസ് ആർ കളേർഡ് ഇൻ അക്വസ് സൊല്യൂഷൻ, അതും കൂടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, which of the cations are colored in aqueous solution. Sc3+, vanadium V3+, titanium 4+, manganese 2+, Mn2+. ആൻഡ് വൈ എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് വൈ അപ്പോൾ എല്ലാത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കിയാൽ മതി. സ്കാൻഡിയം 21 ആണ്. അപ്പോൾ സ്കാൻഡിയം 3+ വരുമ്പോഴത്തേക്കും അതിനകത്ത് 18 എണ്ണേ കാണത്തുള്ളൂ. അത് 1s2 2s2 2p6 3s2 3p6 4s-നകത്തും 0 ആണ്, 3D-ക്കകത്തും 0 ആണ്. കാരണം അതിൽ നിന്നാണല്ലോ പോയത്. ഇനി സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം ആണ്. അപ്പോൾ ടൈറ്റാനിയത്തിന് 22 ആണ്. അപ്പോൾ ടൈറ്റാനിയം 4+ എന്ന് വരുമ്പം Ti 4+ എന്ന് വരുമ്പോഴത്തേക്ക് 4 എണ്ണം പോയി 18 ആയി. അതിനും 1s2 2s2 2p6 3s2 3p6 4s-ൽ നിന്ന് 2 എണ്ണം പോയി, 3D-ൽ നിന്ന് 2 എണ്ണം പോയി. അപ്പോൾ അതും എന്താണ് ഇപ്പം ഫീൽഡ് കോൺഫിഗറേഷൻ ആണ്. ഇനിയും വനേഡിയം, സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം 20 21 അല്ലല്ലോ, തെറ്റിപ്പോയോ? ഓക്കെ, കറക്റ്റ്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയാൽ അപ്പോൾ ഇവർക്ക് അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ലാത്തതുകൊണ്ട് ഇവനും കളർലെസ് ആണ്, ഇവനും എന്ത് തന്നെയാണ്, കളർലെസ് ആണ്. എന്നാൽ അടുത്ത് നോക്കാം നമുക്ക്. ടൈറ്റാനിയം വനേഡിയം 3+ ആണ്. വനേഡിയത്തിൻ്റെ ആദ്യം നമുക്കൊന്ന് എഴുതാം. സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം 23 ആണ്. 23 അപ്പം വനേഡിയം 3+ എന്ന് പറയുമ്പോഴത്തേക്കും 20 വരും. 20 വരുമ്പോൾ 1s2 2s2 2p6 3s2 3p6 6 6 12 12 14 14 16 16 18 നോക്കിയേ. അപ്പം അടുത്ത എന്താ, അടുത്തത് 4s. അപ്പം 23 വരുമ്പോൾ 4s 2 3D-ൽ 1 അല്ലേ, 3D-ൽ 1 അല്ലേ, മൊത്തം എത്രയും 6 12 14 16 18 18ഉം 2 20 20ഉം 3 23 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പം 20 ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? 20 ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് 2 എണ്ണം പോവും, ഇവിടുന്ന് 2 എണ്ണം പോവും, 4s-ൽ 0 ആവും, പിന്നെ 3D-ൽ 1 എണ്ണം പോവും ഇല്ലേ. 3D-ൽ 1 എണ്ണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്രയേ ഉള്ളൂ, 3D2A കാണത്തുള്ളൂ. അപ്പം ഡിയിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡി ഓർബിറ്റിൽ വരയ്ക്കുവാണെങ്കിൽ നോക്കി 1 2 ഉള്ളൂ, ബാക്കി അൺപെയ്ഡ്. ഇത് 2 എണ്ണം അൺപെയ്ഡ് ആണ്. അപ്പോൾ അത് കളർ കാണിക്കും. അപ്പോൾ ഇത് കളേർഡ് ആണ്. അതേപോലെ തന്നെ അടുത്ത നമുക്ക് ഏതാണ്, മാംഗനീസ് 2+. Mn-ൻ്റേത് 25 ആണ്. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ 1s2 2s2 2p6 3s2 3p6 4s2 3d5 ആണ് ഇല്ലേ. നമുക്ക് വേണ്ടത് മാംഗനീസ് 2+ ആണ്.
അങ്ങനെ 2+ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിനകത്ത് 23 ഉള്ളൂ. അപ്പോൾ ഇവിടെ 0 ആവും. അപ്പോഴും ഡി ഓർബിറ്റലിൽ 5 ഉണ്ട്. ആ 5 എന്താ, അൺപെയ്ഡ് ആണ്. 1 2 3 4 5. അപ്പോഴും അതെന്താണ്, കളർ കാണിക്കും. കളർ. ഇത്രയുമാണ് അതിൻ്റെ എഴുതുന്നത്. ഓക്കെ, ഇത് ഒരു ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നോക്കിയുള്ളൂ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കാൻ വലിയ പ്രശ്നമില്ല. എന്നാലും മറ്റേ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയുമായിട്ട് ബന്ധം വരുന്നൊരു ചോദ്യമാണേ. നമുക്ക് നോക്കാം, അത് നോക്കിയോളൂ. use the data to answer the following. Use the data to answer the following and also justify giving reason. അതായത് E0 m2 plus bar m, അതേപോലെ തന്നെ E0 m3 plus bar m2 plus. ഇതിൻ്റെ ക്രോമിയത്തിൻ്റെ തന്നിട്ടുണ്ട്, മാംഗനീസിന് തന്നിട്ടുണ്ട്, എഫിയുടെ തന്നിട്ടുണ്ട്, കൊബാൾട്ടിൻ്റെ തന്നിട്ടുണ്ട്. ഈ ക്രോമിയം 2+ന്ന് 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തത് കണ്ടോ. 2+, ഇവിടെ എന്തോ തന്നിരിക്കുന്നത്, ഇത് തന്നിരിക്കുന്നത് 2+ന്ന് എന്താവുക, 2+ന്ന് 2 ഇലക്ട്രോണെ സ്വീകരിച്ചിട്ട് ന്യൂട്രൽ ആറ്റം ആവുകയാണ്. അപ്പം ഇവിടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ് തന്നിരിക്കുന്നതെന്ന് ആലോചിച്ചു, അത് സ്വീകരിക്കുകയാണ്. മനസ്സിലായോ? സ്വീകരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തോണം കേട്ടോ. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 2+ നോക്കിയേ. അപ്പോൾ ഇപ്പോൾ Cu2+, Cu ആണ് എന്ത് ചെയ്യണം, 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യണം. അപ്പോൾ ഗെയിനിങ് ആണ് നടക്കുന്നത്. ഗെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഗെയിനിങ് ആണല്ലോ, റിഡക്ഷൻ ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് തന്നിരിക്കുന്നതെന്ന് ഓർത്തോണം കേട്ടോ. റിഡക്ഷൻ, ഗെയിനിങ് എന്ന് പറയുമ്പോൾ റിഡക്ഷൻ ആണ്. അപ്പോൾ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തേക്കുക കേട്ടോ. ലോസ് ആണെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട് ന്യൂട്രൽ ആവുന്നതും, ഇവിടെ 3 ഇലക്ട്രോൺ, അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ 3+ന്ന് 2+ ആവണം എന്ത് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ Al3+, Al3+ എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര ഇലക്ട്രോണേ ഉള്ളൂ, 2, ശരിക്കും 3 ഇലക്ട്രോൺ, 2 8 3 ആണ് വരേണ്ടത്. Al3+ എന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റിലെ ഇലക്ട്രോൺ പോയി, ഇവിടെ എത്രയാണ്, ഇവിടെ ഇപ്പം 0 ആണ്. Al2+ എന്ന് പറഞ്ഞാൽ എന്താ, 2 8, ഇവിടെ 2 പോയിട്ടുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ 3+ന്ന് 2+ ആവാന്ന് പറയുമ്പം അവിടെ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു എന്നല്ല, ഇലക്ട്രോണിനെ ഇവിടെ എന്ത് ചെയ്തു, ഒരെണ്ണം ആഡ് ചെയ്തു, അതും റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നെ. നമുക്ക് നോക്കാം വാല്യൂ നോക്കിയിട്ട് ആൻസർ പറയാം. നോക്കിക്കോളൂ. ഇവിടെ CRൻ്റെ ഇത് വന്നിരിക്കുന്നത് -0.91 ആണ്. ഇതിൻ്റെ തന്നിരിക്കുന്നത് -1.18 ആണ്. ഇവിടെ തന്നിരിക്കുന്നത് -0.44 ആണ്. ഇത് -0.28 ആണ്. ശ്രദ്ധിച്ചോണം. ഇവിടെ അതേപോലെ തന്നെ -0.41, ഇവിടെ +1.57, ഇവിടെ 0.77, അതേപോലെ തന്നെ +1.97 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. എന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഈസ് എ സ്ട്രോങ്ങർ reducing agent in aqueous medium Cr2+ or Fe2+ and why? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇത് രണ്ടും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് തന്നിരിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കോണം. അതായത് ഒരു മെറ്റലിന്റെ 2+ കോൺഫിഗറേഷനിൽ നിന്ന് 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അവൻ തിരിച്ചെന്ത് ചെയ്യത്തുള്ളൂ, അവന്റെ ന്യൂട്രൽ സ്റ്റേറ്റിലേക്ക് വരത്തുള്ളൂ. ഇവിടെ M3+ൽ നിന്ന് 1 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, M2+ ആക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ടുപേരും തന്നിരിക്കുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്നുള്ള കാര്യം ആലോചിച്ചോണം. അപ്പം ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഈ ഒരു ട്രിക്ക് ഓർത്ത് വെച്ചേക്കുക.
E0യുടെ വാല്യൂ, അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ആണ്, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിഡക്ഷൻ, which is inversely proportional to oxidation. അത് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ തരുവാണെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. റിഡക്ഷൻ ആണ് നമുക്ക്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പഠിക്കാൻ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന്റെ ടേമിൽ നമുക്ക് പഠിക്കാൻ ഇല്ല. എപ്പോഴും 2+ന്ന് കുറവ്, അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയുന്ന, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ റിഡക്ഷൻ നടന്നു എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ടൈമിലാണ് നമുക്ക് എല്ലാ ചാപ്റ്ററിലും കാര്യങ്ങളും പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൽ കൺഫ്യൂഷൻ ആക്കേണ്ട, ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണോ തന്നെയാണ് എപ്പോഴും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും തരുന്നത്. അപ്പം ഈ E0യുടെ വാല്യൂ കൂടുതലാണെങ്കിൽ അവിടെ റിഡക്ഷൻ കൂടുതലായിരിക്കും എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ അവിടെ ഓക്സിഡേഷൻ കുറവാണെന്നർത്ഥം. സെറ്റാണല്ലോ? ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ ആരായിരിക്കും, CR3+ ആണോ അതോ ഏതാ ചോദിച്ചിരിക്കുന്നത്? CR3+ഉം പിന്നെ Fe2+ഉം അല്ലേ? Fe2+ എന്ന് പറയുമ്പോഴത്തേക്കും CR. ഓക്കെ, അപ്പം ഇവിടെ Fe2+ എന്ന് പറയുമ്പോൾ ഇതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, Fe2+, Fe ആവുന്നത്. ഇവിടെ CR3+, CR2+ ആകുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇതാണ് തന്നിരിക്കുന്നത്. അല്ല, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളെന്തോ പഠിച്ചത്, റെഡ്യൂസിങ് ഏജന്റ് ആരായിരിക്കും എന്നാ. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കിയോ, ഇവിടെ CR2+ ആയിരിക്കും. CR2+ ഈസ് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് നോക്കാം, റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവന് എന്ത് നടക്കണം? കൂടുതലും അവന് ഓക്സിഡേഷൻ നടക്കണം. അതവിടെ നിൽക്കട്ടെ, അങ്ങനെ കൺഫ്യൂഷൻ ചെയ്യേണ്ട. നോക്കിക്കോളൂ, ഞാനൊരു വാല്യൂ കൂടെ തരാം. E0 CR3+ൽ നിന്ന് CR2+ ആവാൻ വേണ്ടി അവൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ 0.41 ആണ്, -0.41 ആണ്. അതേപോലെ തന്നെ E0 Fe3+, Fe2+ ആവാൻ വേണ്ടിയുള്ള അവൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.77 ആണെന്ന് പറയാം. അതിനർത്ഥം എന്താണ്? ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇവൻ കുറവാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ റിഡക്ഷൻ കുറവാന്നർത്ഥം, ഓക്സിഡേഷൻ കൂടുതലാന്നർത്ഥം. ഓക്സിഡേഷൻ കൂടുതലാണെങ്കിൽ ഓക്സിഡേഷൻ കൂടുതലുള്ള ആളല്ലേ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒറ്റ കാര്യം ഓർക്കുക. ഇവിടെ നോക്കിക്കോ, ഈ തന്നിരിക്കുന്ന വാല്യൂ റിഡക്ഷൻ ആണ്, റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ക്രോമിയത്തിന്റെ കേസിൽ നെഗറ്റീവ് ആണ്. അതിനർത്ഥം റിഡക്ഷൻ എന്തേ നടക്കുന്നുള്ളൂ? റിഡക്ഷൻ കുറവേ നടക്കുന്നുള്ളൂ. റിഡക്ഷൻ കുറവേ നടക്കത്തുള്ളൂ എന്നുള്ളതിൻ്റെ അർത്ഥം ഓക്സിഡേഷൻ കൂടുതൽ നടക്കുന്നു എന്നാണ്. അപ്പം ഓക്സിഡേഷൻ കൂടുതൽ നടക്കുന്നെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ കൂടുതൽ നടക്കുന്നതാണ്. ലോസ് ഓഫ് ഇലക്ട്രോൺ കൂടുതൽ നടക്കുന്നെങ്കിൽ അതിനർത്ഥം ഓക്സിഡേഷൻ നടക്കുന്നവൻ ആരോ അവനൊരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. മനസ്സിലായോ? ശ്രദ്ധിക്കണം, നമുക്ക് തന്നിരിക്കുന്നത് ഇലക്ട്രോഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പം Fe3+നാണോ അതോ അല്ല CR2+നാണോ Fe3+ ആണോ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ CR3+, CR2+ ആകാനുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിരിക്കുന്നത്, അല്ല റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിരിക്കുന്നത് -0.41 ആണ്. Fe3+, Fe2+ ആകാനുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിരിക്കുന്നത് 0.76 ആണ്. 0.77 ആണ്. ഇതൊരു പോസിറ്റീവ് വാല്യൂവും ഇതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്ന അർത്ഥം ഇവിടെ റിഡക്ഷൻ കുറവും ഇവിടെ റിഡക്ഷൻ കൂടുതലും എന്നാണ്. അപ്പോൾ നമുക്ക് റിഡക്ഷൻ കുറവ് എടുക്കാം. അപ്പോൾ ഇവിടെ റിഡക്ഷൻ കുറവാണെങ്കിൽ അതിനർത്ഥം ഇവിടെ ഓക്സിഡേഷൻ കൂടുതലാണ്. ഓക്സിഡേഷൻ കൂടുതലാണെങ്കിൽ അവൻ ഓക്സിഡേഷൻ നന്നായിട്ട് നടത്തുന്നു എന്നർത്ഥം, അവൻ നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആണെന്നർത്ഥം. ഇങ്ങനെ വേണം ഇത് ചിന്തിക്കാൻ. ഓക്കെ ആണോ? ഇങ്ങനെ വേണം ഇത് ചിന്തിക്കാൻ. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ CR2+ ആണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. അതിന്റെ കാരണം CR2+ന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ നെഗറ്റീവ് ആണ്. അതിനർത്ഥം റിഡക്ഷൻ കുറവാണെന്നർത്ഥം. റിഡക്ഷൻ കുറവാണെങ്കിൽ ഓക്സിഡേഷൻ കൂടുതലാണെന്നർത്ഥം. ഓക്സിഡേഷൻ കൂടുതലാണെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ കൂടുതലാണെന്നർത്ഥം. നല്ലതായിട്ട് ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടത്തുന്ന ആൾ നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും എന്നാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. മനസ്സിലാകാനുള്ളെങ്കിൽ ഒന്നുകൂടി ചോദിക്കാമോ? മനസ്സിലാകാനുണ്ടെങ്കിൽ ആർക്കേലും മനസ്സിലാകാനുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക.
ഓക്കെ. പിന്നെ അവർ ചോദിച്ചിരിക്കുന്ന ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആ ബോക്സിന് ആ ഒരു ക്വസ്റ്റിന് രണ്ടാമത്തെ ചോദ്യം വിച്ച് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ അയോൺ ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. കൊബാൾട്ടിന് നോക്കിയോ. അപ്പം കൊബാൾട്ട് 2+ ആകുമ്പോൾ ഇവിടെ പോസിറ്റീവ്, ഇതിനാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ വാല്യൂ. അപ്പോൾ കൊബാൾട്ട് ആയിരിക്കും. നോക്കിക്കോളൂ. അതായത് E0 കൊബാൾട്ട് 3+നെ കൊബാൾട്ട് 2+ ആക്കുമ്പോഴുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 1.97 ആണ്. അതിനർത്ഥം മോസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ളത് അതാണ്. പോസിറ്റീവ് ആയിട്ടുള്ളെങ്കിൽ അതിനർത്ഥം എന്താണെന്നറിയാമോ? റിഡക്ഷൻ കൂടുതൽ നടക്കുന്നു എന്നർത്ഥം. റിഡക്ഷൻ കൂടുതൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഗെയിൻ കൂടുതൽ നടക്കുന്നു എന്നർത്ഥം. ഇപ്പം ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ റിയാക്ഷൻ ഫീസിബിൾ ആണ്. പെട്ടെന്ന് ഗെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് റിയാക്ഷൻ നടക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ CO2+ ആയിരിക്കും ഈ കേസിൽ. അതായത് പെട്ടെന്ന് CO3+ എന്ത് ചെയ്യുന്നു? CO2+ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇവിടെ CO2+ ആണ് എന്താണ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ നോക്കുക, റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഏതിനാണ് കൂടുതൽ നോക്കുക. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും മോസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ളത് ഇതാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള അയോൺ ആയിരിക്കും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. കാരണം റിയാക്ഷൻ പെട്ടെന്ന് നടക്കും, മോർ ഫീസിബിൾ ആണ്. റിഡക്ഷൻ പെട്ടെന്ന് നടക്കുന്നുണ്ട്, മോർ ഫീസിബിൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതിനകത്ത്. കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ഒന്ന് റിയോണയ്ക്കൊക്കെ ഓക്കെയാണോ? റിയോണ, അപർണ, അശ്വിനി ഒക്കെ ഓക്കെയാണോ? അബിയ, പവിത്ര, അതുല്, വിശ്വജിത്ത്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒത്തിരി കൺഫ്യൂസിങ്ങുമാണ്, എന്നാൽ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത് കേട്ടോ. ഇങ്ങനെ ബോക്സ് വന്നിട്ട് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യൻ വേണം പഠിച്ചു വെച്ചേക്ക്, ഞാനത് തരുന്നില്ല. പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം 3 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഗിവ് 3 points of difference between lanthanoid and actinoid. അത് അറിയത്തില്ലെങ്കിൽ എന്നോട് പറയണം കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാമോ? അല്ലെങ്കിൽ പെട്ടെന്ന് എഴുതിയെടുത്തോ. ഞാൻ അതിൻ്റെ സിമ്പിൾ ഒരു പോയിന്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു തരാം. ലാന്തനോയിഡ്, ഇത് ആക്ടിനോയിഡ് ആണ്. ഇങ്ങനെ പറഞ്ഞു തരാമേ. ഒന്നാമത്തെ പോയിന്റ് എഴുതുക. ഒന്നാമത്തെ 4 ബീറ്റിലല്ലേ? അപ്പം വേണേ ഇവിടെ തന്നെ എഴുതാം. ദേ ഹാവ് poor shielding effect. Poor shielding effect. ഇവർക്കും they also have, അല്ലെങ്കിൽ ഇവർക്ക് ഷീൽഡിങ് എഫക്റ്റ് ഉണ്ട്, പക്ഷേ ലാന്തനോയിഡിനെക്കാട്ടിലും കൂടുതലാണ് ഇല്ലേ? അപ്പം വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. they have more, they have even poor shielding effect than lanthanoid. ഒരു ഡിഫറൻസ് ആയി. 3 വേണമെന്നല്ലേ പറഞ്ഞേ? ഒരു ഡിഫറൻസ് ആയി. അടുത്ത നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? they mainly shows our oxidation state +3 ആണ് ലാന്തനൈഡിന്റെ. they mainly show +3 oxidation state, +2 and +4 also exist എന്ന് വേണമെങ്കിൽ ചേർത്തോ, exist. ഓക്കെ. പിന്നെ ഇവരുടെയും എന്ത് തന്നെയാ? ഇവരുടെയും ലാക്റ്റിനോയിഡിനെയും +3 തന്നെയാണല്ലോ ജന്തു. ഇവരുടെയും +3 തന്നെ. they mainly shows +3 oxidation state,
+4 +5 +6 and +7 also exist. ഒരെണ്ണം കൂടെ വേണം അല്ലയോ? ഒരെണ്ണം നമുക്ക് എന്ത് കൊടുക്കാം? except ഇതിനകത്തെ സെക്കൻഡ് പേര് ഓർക്കുന്നില്ല. ആയിരിക്കും. except promethium all are non-radioactive elements. ഇവിടെ all elements are radioactive. All elements are radioactive. ഇവിടെ വേണമെങ്കിൽ ആക്ടിനോയിഡ് വേണമെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ആവുന്നത് 5Fലും എന്താണ് ഇതിനാണെങ്കിൽ 4Fലും ആണെന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. അങ്ങനെ എഴുതാം. അതും കൂടെ വേണമെങ്കിൽ ഒരെണ്ണം എഴുതാം. ഞാൻ എഴുതുന്നില്ല, നിങ്ങളങ്ങ് എഴുതിയാൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വൈ Mn2+ much more resistant than Fe2+ towards oxidation. അതിൻ്റെ കോൺഫിഗറേഷൻ തന്നെയാണ് കേട്ടോ. കാരണം Mn2+ എന്ന് പറയുമ്പം നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ല് എത്രയായിരിക്കും? 4s0 ആണ്, 3d5 ആണ് ഇല്ലേ? Fe2+ എന്ന് പറയുമ്പോൾ 26 ആണ്. അപ്പം Fe2+ എന്ന് പറയുമ്പോഴത്തേക്കും 4s0 ആണ്, 3d6 ആണ്. അപ്പോൾ ഇതിനകത്ത് Mn2+ ആണ് മോർ സ്റ്റേബിൾ. Mn2+ ഈസ് മോർ അല്ലെങ്കിൽ Mn2+ ഈസ് സ്റ്റേബിൾ, അങ്ങനെ എഴുതിയാൽ മതി. Mn2+ ഈസ് സ്റ്റേബിൾ hence show resistance towards oxidation. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയോ? ഈ Mn2+ ഇനി ഫർദർ ഓക്സിഡൈസ് ചെയ്യത്തില്ല. അതായത് ഫർദർ ഓക്സിഡൈസ് ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കത്തില്ല. കാരണം Mn2+ ഓൾറെഡി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസേ ഉള്ളൂ, ഓൾറെഡി സ്റ്റേബിൾ സ്റ്റേറ്റില്ല. പിന്നീട് അവർ എന്തിന് ഇലക്ട്രോണെ ലൂസ് ചെയ്ത് ഫർദർ അയോണിക് ആവണം, അല്ലെങ്കിൽ അയോൺസിൻ്റെ ചാർജ് കൂട്ടണം? എന്തിനാ? അത് വേണ്ട, ആവശ്യമില്ലല്ലോ. അപ്പം അവരെന്ത് ചെയ്യും? ഓക്സിഡേഷന് റെസിസ്റ്റൻസ് കാണിക്കും. ഓക്കെ ആണല്ലോ, ഓക്സിഡേഷൻ, അതാണ് അതിൻ്റെ റീസൺ. ഈ ഒരു ക്വസ്റ്റ്യനും എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. ഇതും കൂടെ ഒന്ന് എഴുതിയെടുത്തേ. ഹയസ്റ്റ് oxidation state of a metal is shown in its oxide and fluoride only. Justify. നിങ്ങൾ ഡി ബ്ലോക്ക് എലമെന്റ് ഏതെടുത്ത് നോക്കിയാലും അതിൻ്റെ ഓക്സൈഡ്സിലും ഫ്ലൂറൈഡ്സിലും ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ അയോണിക് കൺസെപ്റ്റ് വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതെന്തുകൊണ്ടാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസറും കൂടെ അങ്ങ് എഴുതിയെടുത്തോ. highest oxidation state of a metal is shown with oxides and fluorides, because oxygen and fluorine
fluorine, oxygen and fluorine are small in size അതേപോലെ തന്നെ ആൻഡ് ഹാവ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി അത് രണ്ടും നമുക്ക് ഓർത്ത് വെക്കാൻ സാധനം. ഫ്ലൂറിനാണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ്. ഫ്ലൂറിൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇലക്ട്രോനെഗറ്റീവ് ഓക്സിജനാണ്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്, സൈസ് ചെറുതാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഈ രണ്ട് കാരണം ഉള്ളതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഈ ഓക്സിജനുമായിട്ടും ഫ്ലൂറിനുമായിട്ടും റിയാക്ട് ചെയ്യുമ്പോൾ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അത് ഓർത്ത് വെക്കണം. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ കുറച്ച് മറ്റേ ആ പ്രിപ്പറേഷൻ കൂടെ പഠിക്കാനുണ്ട്. അതല്ലേ കുഞ്ഞുങ്ങളെ ഒരു കാര്യം ചെയ്യുന്ന ഇങ്ങനെ നിർത്താം കേട്ടോ. ഇങ്ങനെ നിർത്താം, അടുത്ത ദിവസം എടുക്കാമേ. നമുക്ക് എന്തായാലും ഒരു ക്ലാസ് കൂടെ എടുക്കണം അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ പറയാൻ വേണ്ടി. തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ. താങ്ക് യു സർ. ഓക്കെ. Thank you, sir.